പിന്നെ ഒരു കപ്പ് റവയും കുറച്ച് ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഈന്തപ്പഴം ബദാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. അതൊന്നും ഇല്ലെങ്കിൽ തേങ്ങ അരിഞ്ഞ് വറുത്ത് ഇതിൻ്റെ മേളിൽ വിതറി അല്ലെങ്കിൽ അതിൻ്റെ മാവിലോട്ട് കലക്കി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇടുന്നത് ഈ ചക്കയിൽ. എന്നിട്ട് ആ മധുരത്തിനാവശ്യമായ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ശർക്കരയാണ് ഇടുന്നത്. ഒരു കൈ ശർക്കരയെ ഞാൻ ഇട്ടുള്ളൂ. ഈ റവ ഒരു കപ്പ് എടുത്ത് അതിനകത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഈ വെള്ളം ഇതിൽ കൂടുതൽ വേണ്ട, ഒന്ന് കുതിരാനായിട്ട് വെച്ച് ഇനി ഈ ചക്ക ഒന്ന് അരച്ചോണ്ട് വരാം. ചക്ക നമ്മുടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച ഈ റവയും കൂടെ തട്ടിയിട്ട് ഒന്നുകൂടെ അരച്ചോണ്ട് വരാം. അപ്പോൾ നല്ലപോലെ മിക്സാവും. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ റവ ഞാൻ ഇതിൽ തട്ടിയിട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചോണ്ട് വരാം. അപ്പോൾ ഞാൻ റവയും ചക്കയും കൂടെ ചേർത്ത് അരച്ചോണ്ട് വന്ന മിക്സ് ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇപ്പോഴീ ഒരു പാത്രത്തിലേക്ക് റവയുടെയും ചക്കയുടെയും മിക്സ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി കലക്കി ഒഴിക്കുന്നു. സോഡാപ്പൊടി കലക്കി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഈന്തപ്പഴം മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കാം. ബദാം കുറച്ച്, മുന്തിരിങ്ങ കുറച്ച്, അണ്ടിപ്പരിപ്പ് കുറച്ച്. ഇത് നമുക്ക് മേളിൽ വിതറാൻ വേണം. ഇതിട്ട് ഇളക്കാം. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ഈ പാത്രത്തിൽ ഞാനൊരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഈ നെയ്യ് എല്ലായിടും ഒന്ന് പുരട്ടിയെടുക്കുകയാണ്, സൈഡിലും എല്ലാം. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഈ മിക്സ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ നമ്മളെല്ലാം നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എല്ലാം കൂടെ നമ്മൾ മാറ്റി വെച്ചത് ഇതിൻ്റെ പുറത്തോട്ട് വിതറി കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ലേശം എള്ള് കുറച്ച് കയ്യിലുള്ള കണക്ക് ഇതിൻ്റെ മേളിൽ വിതറി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇഡ്ഡലിയുടെ പാത്രത്തിൽ വെച്ച് ആവിയേറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും ഈ എള്ളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് ഇല്ലെങ്കിലും തേങ്ങ അരിഞ്ഞ് വറുത്തിട്ടാൽ മതി, അല്ലെങ്കിൽ തേങ്ങ തിരികെ പൊടിച്ച് ഇതിൻ്റെ മേളിൽ വിതറിയാൽ നല്ലതുപോലെ ടേസ്റ്റോടുകൂടി വേവിച്ചെടുത്ത് കഴിക്കാം. അപ്പോഴെല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ താഴത്തെ തട്ട് ഇങ്ങനെ കമത്തി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതുപോലുള്ള തട്ടുണ്ടെങ്കിൽ അതുപോലെ വെച്ചെടുത്താൽ മതി ഉള്ളവരും. ഇപ്പോഴീ തട്ട് കമത്തിയിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. അതിന് ചേരുന്ന ഒരടപ്പ്. അതിന് ശേഷം ഇഡ്ഡലിയുടെ അടപ്പ് വെച്ച് പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. അപ്പോൾ നമ്മൾ ചക്കയും റവയും കൊണ്ടുണ്ടാക്കിയ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അരി ഭാഗമൊക്കെ വിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിങ്ങനെ തന്നെ ഇളവിയിരിക്കുകയാണ്. പാത്രത്തിൽ തട്ടിയാൽ ഇനി ഇളവി വരും. ഇനി ഇതൊന്ന് തിരിച്ചിടാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ എടുക്കുമ്പോൾ ഒരു ചക്കയുടെ മണമാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മധുരം, നല്ല മധുരമുള്ള ചക്കയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയോ ശർക്കരയോ അധികം ചേർക്കാവുന്നതാണ്. ഇതുണ്ടോ, നല്ല ടേസ്റ്റിയായ പലഹാരമാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ചക്കയുള്ളവർക്ക് നമ്മൾ കഴിക്കുമ്പോഴും ആ ചക്കയുടെ ടേസ്റ്റാണ് വരുന്നത്. നമ്മളെടുത്ത് കട്ട് ചെയ്യുമ്പോഴും ആ ചക്കയുടെ മണമാണ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുണ്ട്, നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും.